വിശക്കുന്ന വയറുകൾക്ക് തിരുവോണനാളിൽ ഓണാഘോഷവും ഓണസദ്യയുമൊരുക്കി കരുതൽ കൂട്ടായ്മ. വഴിയോരങ്ങളിൽ കഴിയുന്നവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായാണ് കൊടുങ്ങല്ലൂരിൽ വേറിട്ട ഓണാഘോഷം സംഘടിപ്പിച്ചത്. മാവേലി നാടുവാണിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി കരുതൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു തിരുവോണാഘോഷം. കൊടുങ്ങല്ലൂരിലും കോട്ടപ്പുറത്തും ഒരു ദിവസം പോലും മുടങ്ങാതെ സൗജന്യ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന കൂട്ടായ്മയാണ് കരുതൽ. കൊടുങ്ങല്ലൂർ SNDS ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും ഓണസദ്യയും മുൻ MLA E.T. ടൈസൺ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊന്നാണ്. അതിന് കാരണമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഓണാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അതൊരു അതുപോലെ വിദേശത്തുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കും, കൂട്ടുകാർ പറയുന്നതെന്നറിയും, ആ കോമ്പൗണ്ടിലുള്ള ഫ്ലാറ്റിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ ഓണം ആഘോഷിക്കണം. മാസത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അത് പറയും. അടുത്ത മാസം വേറൊരു വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ അടുത്ത തവണ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ മിക്കവാറും ഒരു ഓണത്തിന്റെ ആഘോഷം കഴിയുമ്പോഴേക്കും അടുത്ത ഓണം എത്തിയിട്ടുണ്ടാവുന്നതാണ്. എന്നാലോചിച്ചു, ഇങ്ങനെ മാറി മാറി മാറിയാണ് അവിടെ ഓണം ആഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓണത്തിന് സമയം കുറച്ച് നീണ്ടുപോയി അങ്ങോട്ട് പോയി ഒന്നുമില്ല. അത്രമാത്രം തീക്ഷ്ണമായിട്ടുള്ള വികാരമുള്ള ഒരു കാര്യമാണ് ഓണം സംബന്ധിച്ച്. ഓണത്തിന്റെ പഴയ ആളുകൾ ഓണത്തിനോടനുബന്ധിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ കഴിയാതെ. ഓണത്തിന് ചിലപ്പോൾ ഒരു പക്ഷെ അക്കാലങ്ങളിൽ ഏറ്റവും നിറവയറോടുകൂടി ഭക്ഷണം കഴിക്കുന്നില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസമാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും ആരും വെറുതെ ഇരിക്കില്ല. അങ്ങനെ അന്നത്തെ പ്രധാനപ്പെട്ട കളികൾ ഒരുപാട്, ഓണക്കളി മുതൽ കോട്ടവാറ് തുടങ്ങി ഒരുപാട് കളികൾ പ്രത്യക്ഷമാണ്. അപ്പൊ കുട്ടികൾക്കുള്ള കളി വേറെ, ഊഞ്ഞാലാട്ടം വേറെ, അങ്ങനെ നാട് മുഴുവൻ ആഘോഷത്തിന്റെ തിമത്തിലാകുന്ന ഒരു അവസരമാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തിനെ സംബന്ധിച്ചുള്ളൊരു മിത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാബലി ചക്രവർത്തിയെ കുറിച്ചുള്ള അല്ലെ, നല്ല നീതിമാനായിട്ടുള്ള, പൊളിയില്ലാത്ത, സത്യസന്ധനായ, അല്ലെ, കേരളത്തിലൊരു മോഡലായ ഭരണാധികാരി എന്ന് പറയുന്നത് മഹാബലിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അസൂയയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താന്നതിന്റെ കഥ ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം, താഴ്ത്തപ്പെടാൻ. ഒരിക്കലും അദ്ദേഹം പ്രജകളെ കാണാനുള്ള അവകാശം, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് അദ്ദേഹം കാണാൻ വരുന്ന ദിവസമാണ് നമ്മുടെ ഈ ഓണമായി ആഘോഷിക്കുന്നതെന്ന് പറയാറ്. മാത്രമല്ല, പഴയ കാലങ്ങൾ അപേക്ഷിച്ചുള്ള പ്രത്യേകതയുള്ളത്, മിക്കവാറും വയലുകളെല്ലാം കൊയ്ത് കട്ടയൊക്കെടുത്ത് പത്തായപ്പുരകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി. സുധീർ മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാർ മുഖ്യാതിഥിയായി. SNDS പ്രസിഡന്റ് സെലിൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ടോണി ജോസ് കോട്ടപ്പുറം, ശ്രീലത, രാജു, ഷാജി വടക്കൻ എന്നിവർ സംസാരിച്ചു. സുനിൽ കൃഷ്ണ, വിജേഷ്, മിനി അശോകൻ, അനിൽകുമാർ വയലേടത്ത്, CT റാഫി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുവോണത്തിന്റെ സന്തോഷം എല്ലാവരിലേക്കും പങ്കുവച്ച് വിശക്കുന്ന വയറുകൾക്ക് സ്നേഹത്തിന്റെ ഒരു ഓണസദ്യ ഒരുക്കുകയായിരുന്നു കരുതൽ കൂട്ടായ്മ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.